ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ആയത്ത് മാത്രമല്ല, അതിൻ്റെ മുമ്പേ കുറേ ആയത്തുകൾ തന്നെയും ഈ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വന്നിരുന്നത്. അതിലിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ബദിഉസ് സമാവാതി വൽ അർദി, അതായത് ആകാശഭൂമികളെ മുൻ മാതൃകയൊന്നുമില്ലാതെ അതിമനോഹരമായി സൃഷ്ടിച്ച അള്ളാഹു. ആ അള്ളാഹു എങ്ങനെയാണ്? അതായത് ഒരു സംഗതി എന്തെങ്കിലും മനുഷ്യന് ആവശ്യം വരുമ്പോഴാണ് ഈ പുത്രനും കളത്രങ്ങളും അവരുടെയൊക്കെ ആവശ്യം വരുന്നത്. അള്ളാഹുവിൻ്റെ ഒരു മാതൃകയുമില്ലാതെ ഒരു കുറ്റവുമില്ലാത്ത സൃഷ്ടിയാണ് ആകാശഭൂമികളും അതിലുള്ളതൊക്കെ. അപ്പോൾ അതിൽ പിന്നീടൊരാവശ്യം കടന്നു വരിക എന്ന് പറയുന്നൊരു സംഗതിയേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പുത്രനെ, അതുകൊണ്ടാണ് അന്നാ യകൂനു ലഹു വലതും, ഒരു കുട്ടി എങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെ ഇങ്ങോട്ട് ആവശ്യം എങ്ങനെ കടന്നു വരും? കാരണം എന്തെങ്കിലും ഒരു പോരായ്മ ഈ സൃഷ്ടിപ്പിൻ്റെ എവിടെയും ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ വേണമെന്ന് തോന്നുകയാണെച്ചെങ്കിൽ തന്നെ ഒരാൾ സൃഷ്ടിക്കേണ്ടത് അയാൾക്ക് ഒരു ഇണയെയാണ്. അതില്ലല്ലോ. വലം തെക്കുല്ലഹു സാഹിബത്തും, ഒരു ഇണ പോലുമില്ലല്ലോ. എല്ലാം സൃഷ്ടിയാണ്. അല്ലാത്തതൊക്കെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആയത്ത് നമ്മൾ അവസാനിക്കുന്നത്. ഇനി ആ അള്ളാഹു, ആ ദാലിക്കുമുള്ള ആ അള്ളാഹു തന്നെയാണ് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. ഇതൊക്കെ ഒരു വളരെ സൂക്ഷ്മമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റ്. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെയൊക്കെ വഖഫിൻ്റെ ചിഹ്നങ്ങളൊക്കെ കാണാം. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു എന്നൊക്കെ പറയുന്നിടത്തൊക്കെ വഖഫിൻ്റെ ചിഹ്നങ്ങൾ കാണാം. അവിടെ അള്ളാഹു തന്നെയാണ് റബ്ബ്. അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ആകാശഭൂമികളെ അതിൻ്റെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചു, നമ്മുടെ പൂർവികരെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതല്ല, അത് ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് അവകാശപ്പെടാൻ ആരുമില്ല. പക്ഷേ റുബൂബിയ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ചിലർക്ക് ചില കഴിവുകൾ കൊടുത്തിരിക്കുന്നു. ആ കഴിവുകളനുസരിച്ച് റുബൂബിയ്യത്തിൻ്റെ, അതായത് പരിപാലനത്തിൻ്റെയും നിലനിർത്തുന്നതിൻ്റെയും ഒക്കെ ചിലത്, ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതിൽ ചിലർക്ക് പങ്കുണ്ട്. അങ്ങനെയാണ് ഇവിടെ മുദബ്ബിറുൽ ആലമുകളും കുത്തുബുൽ അക്താബുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ പേര് പറഞ്ഞിട്ട് അവർ അള്ളയാണ്, ഞങ്ങളാണ് സൃഷ്ടിച്ചത് എന്നൊന്നും അവകാശപ്പെടില്ല. പക്ഷെ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അള്ളാഹു ചിലർക്ക് ചില കഴിവുകൾ കൊടുത്തിരിക്കുന്നു. ആ കൊടുത്തതിനനുസരിച്ച് അവരാണത് ചെയ്യുന്നത്. ആര് കൊടുത്തു എന്നോ എപ്പോൾ കൊടുത്തു എന്നോ എവിടെയാണ് അതിൻ്റെ തെളിവ് എന്നൊന്നും ചോദിച്ചാൽ ഒന്നുമില്ല. ആകെ പറയാനുണ്ടാകുക കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കുറേ കറാമത്ത് കഥകളാണ്. അതാണ് റുബൂബിയ്യത്തിൽ പങ്കാളിയാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു ആരാണോ മുൻമാതൃകയില്ലാതെ, ഇതൊക്കെ ആരുടെയും സഹായമില്ലാതെ, ആരെയും പങ്കു ചേർക്കാതെ സൃഷ്ടിച്ച അതേ അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ റബ്ബ്. അതിലിടക്ക് പിന്നെ വേറെ ആരെയും കയറ്റിക്കൊണ്ടുവരാൻ പാടില്ല. ഈ റുബൂബിയ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കയറ്റിക്കൊണ്ട് വന്നിട്ടാണ്, അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടായത്. ലോകം നിയന്ത്രിക്കുന്നവരും കാര്യങ്ങൾ, നമ്മുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്നവരും, കുട്ടികളുണ്ടാക്കി തരുന്നവരും, മക്കളുണ്ടാക്കി തരുന്നവരും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെ അവരോട് ചോദിച്ചാൽ നിങ്ങൾ അള്ളയാണോ എന്ന് ചോദിച്ചാൽ അവർ അള്ളയെന്നൊന്നും പറയില്ല. പക്ഷെ അള്ളാഹ് ചിലർക്ക് ചില കൊടുത്ത കഴിവ് എന്നൊക്കെയാണ് അതിന് നമ്മൾ പറയാം. കൊടുത്ത കഴിവുകൾ ആര് കൊടുത്തു എന്നോ എപ്പോൾ കൊടുത്തു എന്നോ എങ്ങനെ കൊടുത്തു എന്നോ എന്തായാലും തെളിവ് എന്നൊന്നും ചോദിച്ചാൽ ഒന്നുമില്ല. കുറേ ഉള്ളതും ഇല്ലാത്തതുമായ കുറേ കറാമത്ത് കഥകൾ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ആ റബ്ബ് തന്നെയാണ് ലാ ഇലാഹ ഇല്ലാഹു. ആ റബ്ബല്ലാതെ, അതായത് ഒന്നിലും ഒരാൾക്കും ഒരു പങ്കില്ലാത്ത ആ റബ്ബല്ലാത്ത വേറൊരാൾ നിങ്ങൾക്ക് ഇലാഹായും ഉണ്ടാവരുത്. ഇതാണ് ഇതിൻ്റെ ഈ ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ പോയിൻ്റ്. അള്ളാഹു, റബ്ബ്, ഇലാഹ്, ഈ വക വിഷയങ്ങളിലൊന്നും അള്ളാഹു അല്ലാത്ത ഒരു സംഗതിയും കയറി വരാൻ പാടില്ല. ഇപ്പോൾ റബ്ബ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, അതിൻ്റെ സംവിധാനങ്ങൾ, അതായത് നമുക്കൊരു പങ്കും അവകാശപ്പെടാനില്ലാത്ത മുഴുവൻ ഇങ്ങോട്ട് മാത്രമാകുന്നതാണ് റബ്ബ്. മുഴുവൻ ഇങ്ങോട്ട് മാത്രമാണ്. പക്ഷേ ഇലാഹ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ, നമ്മളിനി കിട്ടിയ ജീവിതം തിരിച്ച് സമർപ്പിക്കുന്നതാണ്. തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മളോട് ആദ്യം നമ്മളൊക്കെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അർവാഹുകളെ ഹാജരാക്കിക്കൊണ്ട് അലസ്തു ബി റബ്ബിക്കും ചോദിക്കണം, നിങ്ങളുടെ റബ്ബാരാണ്.
അലസ്തു ഇലാഹക്കുന്നല്ല. കാരണം ഉലൂഹിയത്തിൻ്റെ പ്രശ്നം അവിടെ ഇല്ല. കാരണം നമുക്കൊരു ജീവിതം അപ്പോൾ ഭൂമിയിൽ തുടങ്ങിയിട്ടില്ല. ഉലൂഹിയത്തിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. ഇനി നമ്മൾ തിരിച്ചു പോയാൽ നമ്മളോട് ചോദിക്കണം എന്താ? മൻ റബ്ബുക്കാന്നാണ്. മൻ റബ്ബുക്കാന്നാണ്. അതായത് ഇതിൽ ഈ പറയുന്ന സംഗതികളിൽ ഇങ്ങനെ ചില സംഗതികളുണ്ട്. ആ അള്ളാഹുവിനെ മാത്രം ഇലാഹാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടിയ ജീവിതം, അതായത് ഈ ഭൂമിയിൽ നമുക്ക് അനുവദിച്ച ഈ സമയത്ത് നമ്മൾ ചെയ്തു തീർക്കുന്ന ഈ ജീവിതം ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ആരുടെ കൽപ്പന പ്രകാരമാണ്, ആരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ചെയ്തു തീർക്കുന്നത് എന്നുള്ളത്. അതാണ് അള്ളാഹുവിനെ ഇലാഹാക്കുക. അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഇലാഹാക്കുന്നു. അതല്ല നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഇലാഹാക്കുന്നു. കമ്മ്യൂണിസത്തിനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെ ഇലാഹാക്കുന്നു. സയൻസിനാണെങ്കിൽ അതങ്ങനെ, യുക്തിവാദത്തിനാണങ്ങനെ, ഏതിനെ വേണമെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ ഇലാഹാക്കാം. പക്ഷെ നമ്മളോട് പറയുന്നത് ആരാണോ അള്ളാഹു, ആരാണോ റബ്ബ്, അതായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ നൽകിയ ജീവിതം ആരാണ് നൽകിയത്, അതേ അള്ളാഹു തന്നെയായിരിക്കണം നിങ്ങളുടെ ഇലാഹെന്നാണ്. അതിലിടക്ക് വേറെ ഒരു സംഗതിയും കടന്നു വരാൻ പാടില്ല, ഒരു പേരിലും കടന്നു വരാൻ പാടില്ല. അത് റുബൂബിയത്തിലും പാടില്ല, ഉലൂഹിയത്തിലും പാടില്ല. ആർക്കാണോ റുബൂബിയത്ത് അവർക്ക് തന്നെയാണ് ഉലൂഹിയത്തും. ഇത് രണ്ടും ആരൊക്കെയാണോ അതാണ് അള്ളാഹു. ഇത് കൃത്യമാക്കുക. ഈ സംഗതി മൂന്നും നമ്മൾ കൃത്യമാക്കിയാൽ നമ്മുടെ ജീവിതം ഏറെക്കുറെ കൃത്യമാവും. പിന്നെ അതിൻ്റെ പ്രയോഗത്തിലൊക്കെ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും. പക്ഷേ ഇത് ദാർശനികമായിട്ട്, അതായത് നമ്മൾ ബുദ്ധിപരമായി ഈ സംഗതി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിൽ പിഴക്കും. ഇത് ശരിക്കും വിശ്വസിച്ചുകൊണ്ട് ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ പ്രവൃത്തിയിൽ പിഴച്ചാൽ നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. അവിടെയാണ് നമ്മുടെ ഇസ്തിഗ്ഫാറും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അള്ളാഹ് അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് പുറത്തു തരും. പക്ഷേ ഈ സംഗതികളെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കാതെ ഇത് അങ്ങനെ തന്നെയാണ്, നമ്മുടെ ശൈഖ് തന്നെയാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെ ധാരാളം വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് ഇങ്ങനെ ആളുകളുണ്ട്. ഈ തരീക്കത്തിൻ്റെയും ഷെയ്ഖിൻ്റെയും അവരുടെയും ഇവരുടെയും ഒക്കെ പിന്നാലെ പായുന്നത്. കാരണം അവരെ ഹുദ്ബിയദി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കയ്യ് പിടിച്ച് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നവർ, അങ്ങനെ പല മട്ടത്തിൽ വിചാരിക്കുന്നവർ ഈ മുസ്ലിം സമൂഹത്തിൽ ധാരാളമുണ്ട്. അവർ കാര്യങ്ങളെ ശരിക്കും ഈ ഖുർആനിൽ നിന്നും നബി ചര്യയിൽ നിന്നും റസൂലിൻ്റെ ചര്യയിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ഈ വിശ്വാസം കറക്റ്റല്ല എന്നർത്ഥം. വിശ്വാസം കറക്റ്റല്ലാതെ അതിൻ്റെ പുറത്ത് ചെയ്യുന്ന ഏത് പരിപാടിയും അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ വിശ്വാസം ആദ്യം കറക്റ്റാക്കണം, എന്നിട്ടേ എന്നാലേ നമ്മുടെ പ്രവൃത്തി അള്ളാഹു സ്വീകരിക്കൂ. അതിൽ വരുന്ന പിഴവുകൾക്ക് പല പരിപാടികളുണ്ട്, പല പരിഹാരങ്ങളുമുണ്ട്. പക്ഷേ ഈ വിശ്വാസത്തിൽ പിഴച്ചാൽ ഒരു പരിഹാരവുമില്ല. അവിടെയൊക്കെ നമ്മൾ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അള്ളാഹുവിനെ ഏതെങ്കിലും നിലക്ക് നമ്മൾ പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് നമ്മൾ ഈ ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ഭൂമിയിൽ അള്ളാഹു, പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ സൃഷ്ടികൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അള്ളാഹ് കുറച്ച് അടുപ്പക്കാരാണ്, അവരോട് ഒന്ന് അള്ളാഹുവിനൊന്ന് മസ്കിടുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആ പരിപാടിയൊന്നും ഒരിക്കലും നടക്കില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ മൂത്താപ്പന്നെ, റസൂലിൻ്റെ മൂത്താപ്പ അബൂ താലിബൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം അങ്ങനെ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതിന്. ഫഅബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന് അടിമപ്പെടുക. അള്ളാഹു എന്താണോ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പറയുന്നത്, ആ പോയിൻ്റിൽ മാത്രം നിൽക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് ഈ ഇബാദത്തിനാണ് നമ്മൾ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കണം ജീവിതം സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അത് മറ്റു പലതൊക്കെ കഴിഞ്ഞിട്ട്, നമ്മുടെ ഇഷ്ടമൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനോട് യോജിച്ചു വരുമ്പോൾ, അങ്ങനെ യോജിച്ചു വരുന്നില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം, അങ്ങനെ ഒന്നായാൽ ഇതിനൊക്കെ ശരിക്കും ഷിർക്ക് എന്നാണ് പറയാം. അതുണ്ടാവരുത്. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. ഒന്നിൻ്റെയും ഉത്തരവാദിത്തം അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏൽപ്പിക്കണ പണിയില്ല. ഉത്തരവാദി എല്ലാത്തിൻ്റെയും അള്ളാഹു തന്നെയാണ്. നൽകുന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയും ഭാഗ്യം തരുന്നതിൻ്റെയും നിർഭാഗ്യം തരുന്നത്, ഇതൊന്നും ഒരു സൃഷ്ടിയെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. സൃഷ്ടിയാണ്, സ്രഷ്ടാവാണ്.
അതങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും വാക്ക് കേട്ടിട്ട് പിന്നാലെ ആരും പോവേണ്ടതില്ല. ഇത് അള്ളാഹു പറയുന്നതാണ്. ഇത് അള്ളാഹു പറയുക. നമ്മൾ ഈ അറിവ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഈ മറ്റുള്ളവർ പറയുന്നതൊക്കെ ശരിയാവും. ഈ അറിവ് നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഇവരെ ആരെയും പേടിക്കേണ്ടതില്ല. അതാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ലാ തുദരിക്കുഹുൽ അബ്സാറു, ഒരു കാഴ്ചകളും അവനെ പ്രാപിക്കുകയില്ല. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഇടയിൽ ഇങ്ങനെ കുറേ പറച്ചിലുകളുണ്ട്. അരശിലേക്ക് അയാൾ അങ്ങനെ നോക്കി, അപ്പോൾ അങ്ങനെ കണ്ടു, ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ എഴുതി കണ്ടു, ഇതൊക്കെ നമ്മൾ കേട്ടില്ലേ? ഈ കറാമത്ത് കഥകളൊക്കെ ഇങ്ങനെ എടുത്ത് കേട്ടോക്കി ധാരാളം കേൾക്കാം. അങ്ങനെയൊക്കെ ഇതൊന്നും അള്ളാഹുവിനെ ഒരു സംഗതിയും ഒരാളും ഒരു കാഴ്ചയും ആരുടെ കാഴ്ചയും അള്ളാഹുവിനെ പ്രാപിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ആവശ്യപ്പെട്ട ഒരു പ്രവാചകനുണ്ട് അള്ളാഹനൊന്ന് കാണണമെന്ന്. ആരാ? മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അള്ള പറഞ്ഞു തന്നെ അത് മൂസാ നബിയാണ് കേട്ടോ, സാധാരണക്കാരനൊന്നല്ല. വലമ്മാ ജാഅ മൂസാ ലിമീഖാത്തിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. അതായത് ആ തൗറാത്ത് പേടിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം പോയപ്പോൾ മൂസാ നബിയോട് അള്ളാഹു ഒക്കെ ഒന്ന് സംസാരിച്ചപ്പോൾ മൂസാ നബി അടുത്ത പടിയിലേക്ക് കടന്ന് അന്നെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അത് മൂസാ നബിയുടെ ഒരാഗ്രഹം. സംസാരിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒന്ന് കിട്ടിയാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അള്ള പറഞ്ഞ എന്താ ചോദിച്ചാൽ ഖാലലൻ തറാനി, നീ എന്നെ കാണില്ല, വലാക്കിൻ ഉൻദുർ ഇലൽ ജബലി, നീ ആ പർവ്വതത്തിലേക്ക് നോക്കുക, ഫഇനിസ്തഖറ മക്കാനഹു ഫസൗഫ തറാനി, അതവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണാം, നിനക്ക് എന്നെ കാണാം. ഫലമ്മ തജല്ല റബ്ബഹു ലിൽ ജബലി ജഅലഹു ദക്കൻ, അതായത് അള്ളാഹുവിൻ്റെ ആ ഒരു തജല്ല ഒരു സംഭവം അവിടെ പ്രത്യക്ഷമായപ്പോൾ ആ പർവ്വതം തകർന്നു, മൂസ ബോധം കെട്ട് വീണു, അവസാനം മൂസക്ക് തൗബ ചെയ്യേണ്ടി വന്നു എന്നാണ്. ആ ഒരു ചോദ്യത്തിന് തന്നെ മൂസക്ക് തൗബ ചെയ്യേണ്ടി വന്നു. അങ്ങനത്തതാണ് അള്ളാഹുവിനെ തുദരിക്കുൽ അബ്സാർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അള്ള എത്രത്തോളമാണോ അനുവദിച്ചത് അത്രത്തോളമല്ലാതെ ആർക്കും കാണാൻ കഴിയില്ല. ഈ പറച്ചിലൊക്കെ വെറും അവകാശവാദങ്ങളാണ്. ഇതാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. കാരണം നമ്മൾ ഈ വലിയ സ്ഥാനത്തൊക്കെ ഈ ആളുകളെ മറ്റുള്ളവരെ കയറ്റി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അള്ളാഹ് മനുഷ്യർക്ക് അനുവദിച്ചതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ആ പരിധിയിൽ നിന്നിട്ടേ ആർക്കും പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് അങ്ങനെ വായിക്കാനും അർശിക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആക്കാനൊന്നും അതൊന്നും സംഭവ്യമല്ല, അതൊന്നും നടക്കില്ല. വഹുവ യുദരിക്കുൽ അബ്സാറ, കാഴ്ചകളെ, ഇത് വെറും കണ്ണല്ല, എല്ലാവിധ കാഴ്ചകളെയും ആ കാഴ്ചകളെയൊക്കെ അള്ളാഹു കണ്ടെത്തും. അല്ലാതെ അള്ളാഹുവിനെ കണ്ടെത്തുന്ന കാഴ്ചയൊന്നും അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല. വഹുവൽ ലത്തീഫുൽ ഖബീർ. എന്നിട്ടും ഈ അവകാശവാദം ഉന്നയിക്കുന്നവരും പലരുടെയും മേൽ ആരോപിക്കുന്നവരൊക്കെ ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പിന്നെയും ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അള്ളാഹു അതിസൂക്ഷ്മമായി കാണുന്നവനാണ്. അള്ള ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നടക്കാനുള്ളതാണ്. അള്ള മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന സുവാർത്തയായാലും ശിക്ഷയാലാണെങ്കിലും അത് രണ്ടും നടക്കാനുള്ളതാണ്. കാരണം അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ലാഘവത്തോടെയല്ല അള്ളാഹു കാര്യങ്ങൾ കാണുക. അള്ളാഹു എന്നിട്ടും ഈ മനുഷ്യർക്കും ഇവിടെ ഈ കാട്ടിക്കൂട്ടുന്നവർക്കൊക്കെ അവസരങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ ഒന്ന്, അള്ളാഹു അതിസൂക്ഷ്മതയോടെയാണ് കാണുന്നത്. കാരണം ഈ അവസരം കഴിഞ്ഞാൽ പിന്നൊരവസരമില്ല. രണ്ടാമത്, അള്ളാഹു അതേ സമയം തന്നെ അള്ളാഹു ദയയുള്ളവനാണ് ഈ മനുഷ്യരോട്. അങ്ങനെയൊക്കെ അവകാശപ്പെടുമ്പോഴും അള്ളാഹുവിൻ്റെ ദയ എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് വാക്കും ഒന്നിച്ചു വരുന്നത്. വാസ്തവത്തിൽ ഈ രണ്ട് ലത്തീഫ് ഖബീർ എന്നുള്ളത് രണ്ടും ഈ അതിസൂക്ഷ്മമായ കാഴ്ചകളെ ഉണ്ടാക്കുന്ന, പക്ഷേ ഖബീറിനില്ലാത്ത ഒരർത്ഥം കൂടി ലത്തീഫിനുണ്ട്. അത് ദയയൂടി ഉൾക്കൊള്ളുന്നതാണ്. സാധാരണഗതിയിൽ അതിസൂക്ഷ്മമായ കാഴ്ചകൾ ക്രൂരതയിലേക്കാണ് നയിക്കുക മനുഷ്യന്മാരും വല്ലാതെ സൂക്ഷ്മമായിട്ട് കണ്ടാലെന്താണെന്ന് ചോദിച്ചാൽ ക്രൂരതയാണ് ഇത്തരത്തിൻ്റെ അനന്തരഫലമുണ്ടാവുക. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചാണ്. അതുകൊണ്ടുകൂടിയായിരിക്കണം അള്ളാഹു അങ്ങനെ ഈ രണ്ട് വാക്കും കൂടി ചേർത്ത് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഏകാധിപതികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ മനുഷ്യരെ നിരീക്ഷിക്കാൻ ഇപ്പോൾ പെഗാസസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനാ? ദയ കാണിക്കാനാ? അല്ല, അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയായിരിക്കണം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ച് പറയുന്നത്.
ഖദ് ജാഅക്കും നിശ്ചയമായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ബസ്വായിറു മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഖുർആനിലൂടെയും ഈ റസൂലിലൂടെയും അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതിനേക്കാൾ വലിയ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഇനി എവിടുന്നും കിട്ടാനില്ല. അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഉൾക്കാഴ്ചകൾക്ക് വേണ്ടി വേറെ എവിടെയും ആരും ഒരു ഗുരുവിനെ തിരയേണ്ടതില്ല. അത് ഈ ഖുർആനിൽ നിന്നും റസൂലിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതിൻ്റെ അപ്പുറം അങ്ങനൊരു സംഗതി ഉണ്ടാവില്ല. ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇതിൻ്റെ അപ്പുറമാണ് ഈ വക കാര്യങ്ങളെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അത് ഈ ഖുർആനിലാണ്. അത് ഈ അള്ളാഹു നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും ഇവിടെ അവൈലബിളാണ്. അതിനു വേണ്ടി ഇനി ആരും എവിടേക്കും പോവേണ്ടതില്ല. ഫമൻ അബ്സറ ഫലി നഫ്സിഹി ആരാണോ ഈ ഉൾക്കാഴ്ചകളെ അതേപോലെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത്, ഈ ഖുർആനിൽ നിന്നും ഈ റസൂലിൽ നിന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത് ഫലി നഫ്സിഹി, അത് അവന് വേണ്ടി തന്നെയാണ്. അള്ളാഹുവിന് ഇത് ഉൾക്കാഴ്ച അവർ കൊണ്ടില്ലേ എന്നുള്ളത് അള്ളാഹുവിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഈ മനുഷ്യരെ ബാധിക്കും. ഇതിൻ്റെ നേരെ വമൻ അലി അമിയ ആരെങ്കിലും ഇതിൻ്റെ നേരെ കണ്ണടച്ച് വേറെ എവിടേക്കെങ്കിലും കണ്ണ് വായിക്കുന്നുണ്ടെങ്കിൽ ഫഅലൈഹ അതിൻ്റെ ദൂഷ്യവും അയാൾക്ക് തന്നെയാണ്. അയാൾ തന്നെയാണ് അത് അനുഭവിക്കേണ്ടി വരിക. കാരണം അള്ളാഹുവിന് ഇതൊന്നും കിട്ടിയിട്ട് അള്ളാഹു ആരുടെയും ആശ്രയമുള്ളവനല്ല. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സംഗതികളാണ്. റസൂലും വമാ അന ഞാനല്ല, റസൂല് പറയാം, റസൂലിനെ കൊണ്ട് പറയിപ്പിക്കാവുന്ന വമാ അന അലൈക്കും ബി ഹഫീദ് ഞാൻ ആരുടെയും സംരക്ഷണത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവനല്ല. അതൊന്നും റസൂലിനുള്ള പണിയല്ല. റസൂലിനുള്ള പണി എന്താ വെച്ചാൽ അള്ളാഹു പറഞ്ഞ ഈ പരിപാടി മനുഷ്യർക്ക് എത്തിക്കുക മാത്രമാണ്. അതിവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഈ ഭൂമുഖത്ത് ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും, അള്ളാഹു തീരുമാനിച്ചത് വരെ. ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാം, ആർക്ക് വേണമെങ്കിലും അതിൻ്റെ നേരെ കണ്ണടച്ച് ജീവിക്കാം. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യർക്ക് ഇവിടെ ഉള്ളത്. ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കണ്ണടച്ച് ജീവിക്കുന്നതും. പക്ഷേ ഇതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം, ഇതിൻ്റെ ഗുണവും നമ്മൾ തന്നെ അനുഭവിക്കണം. വേറെ എവിടേക്കും ഇത് പോവില്ല. വകദാലിക നുസരിഫുൽ ആയാത്തി അപ്രകാരം ഇതുമാതിരി ഞാൻ ഈ ആയാത്തുകളെ ഈ തെളിവുകളെ ഞാൻ വിശദീകരിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് ഈ ഹിദായത്ത് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വഴി തെറ്റാനും ഇത് തന്നെയാണ്. ഇത് ഖുർആനിൽ പലയിടത്തും പറയുന്ന ഒരു വിഷയമാണ്. യുദില്ലു ബിഹി കസീറം വയഹ്ദി ബിഹി കസീറ ഈ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകളെ ഹിദായത്തിലാക്കുകയും ചെയ്യും, വലാലത്തിലാക്കുകയും ചെയ്യും. രണ്ടും ഈ ഖുർആനിൽ തന്നെ സംഭവിക്കാം. വേറൊരുത്തിൽ പറയുന്നത് ഫീഹി ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമുൽ കിതാബ് വ ഉഖറു മുത്തശാബിഹാത്തും ഈ ഖുർആനിൽ തന്നെ രണ്ട് വിധം ആയത്തുകളുണ്ട്. ഒന്ന് മുഹ്കമാത്തുകളായ അടിസ്ഥാനപരമായ ആയത്തുകൾ, നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെക്കുറിച്ച്, റബ്ബിനെക്കുറിച്ച്, ഇലാഹിനെക്കുറിച്ച്, റിസാലത്തിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെ ഖണ്ഡിതമായ അഭിപ്രായങ്ങൾ, ഒരു സംശയത്തിനും ഇടവില്ലാത്ത വിധമുള്ള വർത്തമാനങ്ങളുണ്ട്. അതായത് ഹിദായത്ത്, അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് ഉദ്ദേശിക്കുന്നവർ നേരെ അതിലേക്കാണ് പോവുക. എന്നാൽ വേറെ വാക്കുകളും ഇതിലുണ്ട്, മുത്തശാബിഹാത്തുകളുണ്ട്, സിമിലാരിറ്റിയുള്ള വർത്തമാനങ്ങളുണ്ട്. സിമിലാരിറ്റിയുള്ള വർത്തമാനം ഇതാണോ അതാണോ എന്ന് സംശയിക്കത്ത രൂപത്തിലുള്ള വർത്തമാനങ്ങളുമുണ്ട്. അത് വേറൊരു കൂട്ടരെ ഉദ്ദേശിച്ചിട്ടാണ്. അവരതിൻ്റെ മുകളിൽ കുത്തിപ്പിടിക്കും. ഇപ്പോൾ 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഏത് 7 ആകാശത്തിനെ കുറിച്ചാണ്? അതായത് എങ്ങനെ വേണമെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ച് പോവാവുന്ന രൂപത്തിലുള്ള സംഗതികളുണ്ട്. പക്ഷേ അള്ളാഹു പറയുമ്പോൾ അള്ളാഹു അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടാവും. നമ്മളങ്ങോട്ട് എത്തിയില്ല എന്നുള്ളതൊക്കെ നമ്മുടെ വിഷയം മാത്രമേ, അള്ളാഹുവിൻ്റെ വിഷയമല്ല. അള്ളാഹു ഇവരെ തെറ്റിക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നില്ല. അത് അള്ളാഹുവിൻ്റെ അറിവ് വെച്ച് എന്നാ പറയും. പക്ഷേ അത് നമ്മളുടെ ഒരു ഗ്രാഹ്യശേഷിക്കപ്പുറം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മെനക്കെടുകയും അതിൽ നമ്മൾ പോയി കുടുങ്ങുകയും ചെയ്യും. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തന്നെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ്. അതാണ് അള്ളാഹു പറയുന്നത് നുസരിഫുൽ ആയാത്തി ആയാത്തുകളെ ഞാൻ വിശദീകരിക്കുന്നു, വലിയ കൂലു ദറസ്ത അവർ നീ പഠിച്ചു എന്ന് പറയാൻ വേണ്ടി. നമ്മൾ ഈ ബുദ്ധിജീവികളുടെ ഇടയിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അക്കാഡമീഷ്യന്മാരുടെ ഇടയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് മൈക്കൽ ഹാർട്ട് മുതൽ നമ്മളുടെ അലക്സാണ്ടർ ജേക്കബ് വരെയുള്ളവരുടെ അങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക.
ഇതിൽ അള്ളാഹു എവിടെയാണ്, റുബൂബിയത്ത് എവിടെയാണ്, ഇലൂഹിയത്ത് എവിടെയാണ്, റിസാലത്ത് എവിടെയാണ്, പരലോകം എവിടെയാണ്, സ്വർഗം എവിടെയാണ്, നരകം എവിടെയാണ്? അവരാകെ കൂടി ഇതൊക്കെ കൊണ്ടുപോയി സ്ഥാപിക്കുക എവിടെയെന്ന് വിചാരിച്ചാൽ മുഹമ്മദിൻ്റെ മേലിലാണ്. കാരണം മുഹമ്മദിൻ്റെ ഈ പ്രവർത്തനങ്ങളും മുഹമ്മദിൻ്റെ ഈ ജീവിതമൊന്നും ഇവർക്ക് അക്കാഡമിക്കായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മുഹമ്മദിൻ്റെ കഴിവാണ്, ഒക്കെ മുഹമ്മദിൻ്റെ കഴിവാണ്. മുഹമ്മദിനെ എന്നിട്ട് അങ്ങ് പുകഴ്ത്തും. ഇതിൽ മറ്റേ സംഗതി ഇല്ല, അള്ളാഹു ഇല്ല, റുബൂബിയത്തില്ല, ഉലൂഹിയത്തില്ല, പരലോകമില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. എന്നിട്ട് ഗംഭീരമായി അങ്ങ് പ്രസംഗിക്കും. നമ്മുടെ ആളുകൾ ഇവരെ തലയിലേറ്റി കൊണ്ടുപോയിട്ട് എല്ലാ വേദികളും അവർക്ക് കൊടുക്കും. ഇവർ ഈ വക വിഷയങ്ങളൊന്നും, അടിസ്ഥാന വിഷയങ്ങളൊന്നും തൊടില്ല. മുഹമ്മദിനെ അങ്ങ് വാഴ്ത്തും. റസൂലല്ലെങ്കിൽ മുഹമ്മദ് പിന്നാരാ? അപ്പോൾ റസൂൽ റിസാലത്തൊന്നും അവർ അംഗീകരിക്കില്ല. റിസാലത്ത് അംഗീകരിച്ചാൽ അവർക്ക് ഈ വർത്താനം പറഞ്ഞ് മാത്രം നടക്കാൻ പറ്റില്ല. ഇതിന് കീഴ്പ്പെടേണ്ടി വരും, ഫഅ്ബുദു വേണ്ടി വരും. ആ പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും ചെയ്യും. ഇഷ്ടം പോലെ വേദികൾ കിട്ടും, ഇഷ്ടം പോലെ പൊക്ക് ചിലവാകും, ഒക്കെ ആവും. നമുക്കിപ്പോൾ 100 പേരിൽ ഒന്നാമത് മുഹമ്മദിനെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളതിനങ്ങനെ വാഴ്ത്തിക്കൊണ്ട് നടക്കും. അതിൻ്റെ ഒക്കെ അപ്പുറമാണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അത് അവർ പറയാൻ വേണ്ടി, അങ്ങനെയുള്ള ആളുകൾ പറയാൻ വേണ്ടി തന്നെയാണ് മുഹമ്മദ് പഠിച്ചിട്ട് തന്നെയാണ്. മുഹമ്മദ് ശരിക്ക് പഠിച്ചിട്ടാണ്, മുഹമ്മദിൻ്റെ താല്പര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പഠിച്ചുണ്ടാക്കിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് ചെയ്യാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റൊക്കെ ആർക്ക് തന്നെ? മുഹമ്മദിന് തന്നെ. അങ്ങനത്തെ ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതൊക്കെ എവിടെ ഈ പറയണു നോക്കണം? ഇതൊക്കെ മക്കയിലാണ്. ഇത് റസൂല് ഗംഭീരനായി ലോകൊട്ടാകെ അറിയപ്പെട്ട കാലത്തൊന്നല്ല ഈ പറയണത്. ഇതൊക്കെ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന വർത്തമാനമാണ്. അപ്പോൾ നമ്മൾ നോക്കണം ഈ വർത്തമാനത്തിൻ്റെ ആഴം എത്രയാണെന്ന്. വലിയഖൂലു ദറസ്ത വലിനുബയ്യിനഹു, അതിനെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഖൗമി യഅലമൂൻ. ഇൽമുള്ള ഒരു ഖൗമിന് വേണ്ടി അള്ളാഹു ആരാണെന്നും റബ്ബ് ആരാണെന്നും ഇലാഹ ആരാണെന്നും റസൂൽ ആരാണെന്നും പരലോകം എന്താണെന്നൊക്കെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അത് രണ്ടും ഈ ഖുർആനിലൂടെയാണ് അള്ളാഹു നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാണ് ഇതിൻ്റെ ഉത്തരവാദി. അതായത് ഈ വഴി തെറ്റുന്നതിൻ്റെയും വഴി നേരാവുന്നതിൻ്റെയും ഉത്തരവാദി അവസാനം നമ്മൾ തന്നെയാണ് എന്നതിലേക്കാണ് ഈ കൊണ്ടുപോകുന്നത്. വേറെ ആരും ഇതിൽ പിഴക്കണ്ടാണ്. നന്നായാൽ അത് ഷെയ്ഖിനും വേണ്ട, തെറ്റിയാലും ഷെയ്ഖ് വേണ്ട, ആരും വേണ്ട, ഒക്കെ സ്വന്തം ഏറ്റെടുത്താൽ മതിയെന്ന്. ഇത്തബി, അതുകൊണ്ട് നീ പിന്തുടരണം. മാ ഊഹിയ ഇലൈക മിർ റബ്ബിക, നിൻ്റെ റബ്ബിൽ നിന്ന് നിനക്ക് ഈ വഹയ് കിട്ടിയതിനെ ഫോളോ ചെയ്യുക. അത് ലാ ഇലാഹ ഇല്ലാഹു, ആ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ള ആ ദിവ്യബോധനത്തെ ആ അള്ളാഹു നിനക്ക് വഹയ് ചെയ്ത് തന്നതിനെ നീ പിന്തുടരുക. അതിനെ മാത്രമേ പിന്തുടരണ്ടോ. വഅരിദ് അനിൽ മുശ്രിക്കീൻ, അത് വച്ചിട്ട് ഉലൂഹിയത്തിലും റുബൂബിയത്തിലൊക്കെ പല നിലക്ക് ആളുകളൊക്കെ കയറ്റി ചേർത്ത് പങ്കു ചേർക്കുന്നവരുടെ അവരുടെ ഭീഷണികളെയും അവരുടെ വാഗ്ദാനങ്ങളെയും, അതായത് കറാമത്ത് വച്ചിട്ടുള്ള ഭീഷണികളെ, അല്ലെങ്കിൽ കിട്ടുമെന്ന് അവരുടെ കൈ പിടിച്ചാൽ അവരുടെ മുരീദായാൽ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറിപ്പോകുക എന്ന് പറയുന്ന പ്രലോഭനങ്ങളെ ഇതൊക്കെ അങ്ങോട്ട് അവഗണിച്ചോളാൻ. കാരണം അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല, കുടുങ്ങുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ വഹയിനെ മാത്രം ഇത്തിബാ ചെയ്യുക. അള്ളാഹു മാത്രമാണ് ഇലാഹ്. അതിനെതിരെ ആര് എന്ത് പറഞ്ഞാലും, അത് ഏത് ഷെയ്ഖാണെങ്കിലും ഏത് പേരിലാണെങ്കിലും, അതിലേക്ക് പോയാൽ അയാൾ കുടുങ്ങുന്നു. ഇത് അള്ളാഹു കൃത്യമായി പറയുന്ന, ഖുർആനിലൂടെ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ്. ആരെങ്കിലും കഥ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പറയുന്നതല്ല. ബാക്കിയുള്ളതൊക്കെ വെറും കഥകളാണ്. ഇത് കൃത്യമായി അള്ളാഹുവിൻ്റെ വഹയ. അതുകൊണ്ട് ഇത്തബിയെ മാ ഊഹിയയിലേക്ക എന്ന് പറയുമ്പോൾ ആദ്യം റസൂലിനോടാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരോടുമാണ്. അത് ആ ഇലാഹ് അള്ളാഹു മാത്രമാണ് ഇലാഹ്. അത് വളരെ പ്രധാനമാണ്. റുബൂബിയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ സംഭവിച്ചാലും ഉലൂഹിയത്തിൽ നമ്മൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതാണിപ്പോൾ നമ്മൾക്കൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ പരമാവധി വലിയ ഒരു മുസ്ലിം സമൂഹം ചെയ്യുന്നത് പോലെ ഒന്നും ഈ ഉലൂഹിയത്ത് ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ ഇതിനെ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ സാധ്യമായിടത്തെങ്കിലുമൊക്കെ അത്
ചെയ്യാൻ ശ്രമിക്കും. ഇത് മനസ്സിലാക്കിയിട്ടില്ല പോലും വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വലൗ ഷാ അല്ലാഹുമാ അശ്റകൂ, എങ്ങനെയെങ്കിലും ആളുകളെ ശിർക്കിൽ നിന്ന് ഒഴിവാക്കലാണ് അള്ളാഹുവിന് തീരുമാനമെങ്കിൽ അതിനിപ്പം നിങ്ങളിട്ടിട്ട് ഇടങ്ങറാക്കേണ്ട കാര്യമൊന്നുമില്ലയെന്ന്. എങ്ങനെയെങ്കിലും റസൂലന്മാരൊക്കെ അയച്ചിട്ട് അവർ ഈ കണ്ട പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് ഈ നൂഹ് നബിയുടെ പോലെ 950 കൊല്ലമൊക്കെ ഇടങ്ങറായി കപ്പലുണ്ടാക്കിയിട്ട് ഇവരെ ഈ ശിർക്കിൽ നിന്ന് വിമോചിപ്പിക്കേണ്ട വിഷയമൊന്നുമില്ല, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്ന്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല ഈ പരിപാടി എന്നാണ്. ഈ ശിർക്കിൽ നിന്ന് മനുഷ്യർ വിമോചിതമാവേണ്ടത് അവർക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ മറ്റു സൃഷ്ടികളൊക്കെ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുന്നത് പോലെ അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അത് വളരെ ഈസി. അള്ളാഹുവിനത് പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത്, ലക്ഷ്യമിട്ടത് വേറെ ഒന്നാണ്. അത് അള്ളാഹുവിനെ തിരഞ്ഞെടുത്ത് അറിഞ്ഞ് ഗ്രഹിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന് മാത്രം സ്വമേധയാ അങ്ങ് അടിമപ്പെടുക എന്നുള്ളതാണ്. ആ അടിമപ്പെടുക എന്ന് പറയുന്നത് അത്യാവശ്യം പ്രയാസമുള്ള കാര്യമാണ്. ഒരുപാട് നമ്മളുടെ ഇച്ഛകൾക്കെതിരെ പണിയെടുത്താലേ അത് നടക്കുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ സ്വർഗം എന്ന് പറയുന്ന സംഗതിയും കിട്ടാൻ പോകുന്നുള്ളൂ. അങ്ങനെ മെനക്കെട്ട് പണിയെടുക്കുന്നവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുവിന് സൃഷ്ടിപ്പിൽ പറ്റിയ ഒരു അബദ്ധമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഇത് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ പോരാനായി പറയണത് വമാ ജഅൽനാക അലൈഹിം ഹഫീള. അതുകൊണ്ട് തന്നെ ഈ ഷിർക്കിൽ നിന്ന് വിമോചിപ്പിക്കുക എന്ന് പറയും, എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന പരിപാടി ഒരാളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഒരാൾ എങ്ങനെയും രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി ഒരു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു മനുഷ്യനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ആകെയുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഗതികളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് കൃത്യമായി യുക്തിഭദ്രമായി തന്നെ ഈ മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നതും റസൂൽ ചെയ്തതും അതുമാത്രമാണ്. വമാ അൻത അലൈഹിം ബിവക്കീൽ, അവർക്കുമേൽ യാതൊരു ഉത്തരവാദിത്വവും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഉത്തരവാദിത്വമൊക്കെ സ്വയം ഓരോരുത്തരും ഏറ്റെടുക്കണം. അത് അടിസ്ഥാനമാണ്. ഇതെല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനം ഇതാണ്. അത് ശരിക്കും നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ആരും നമ്മളെ സംരക്ഷിക്കില്ല, ആരും നമ്മളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കില്ല. ഇനി പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പല സമൂഹങ്ങളുമായൊക്കെ ഇടപെട്ടിട്ട് റസൂലിന് പല തിരിച്ചടികളും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് പല തിരിച്ചടികളൊക്കെ ഏറ്റിട്ട് അതിൽ നിന്നുണ്ടായൊരു പാഠമൊന്നുമല്ല. ഇത് തുടക്കം മുതലേ, അതായത് ഈ സൂറക്ക മക്കിയ, ഇനി ഇതുമായി വരുന്ന വേറെ വിഷയം ആയത്തുകളുണ്ട്, അതും മക്കിയിൽ തന്നെ. അതായത് ഇതൊക്കെ മക്കയിൽ തുടക്കം മുതൽ തന്നെ ഈ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു കൊടുക്കുന്ന ദിശാബോധമാണ്. അത് വലാ തസുബ്ബു, നിങ്ങൾ ഭർഷിക്കരുത്, അതായത് ചീത്ത പറയുകയോ അപമാനിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവയെ. ഇത് രണ്ട് തലമുണ്ട്. അതായത് ഒന്ന്, ആരെയാണോ അള്ളാഹു അല്ലാതെ മറ്റുള്ളവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അത് മനുഷ്യരാവാം, വിഗ്രഹങ്ങളാവാം, പ്രകൃതി ശക്തികളാവാം, എന്തോ, അതായത് അവരുടെ ആരാധ്യ വസ്തുക്കൾ. അതല്ലെങ്കിൽ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ തന്നെ, നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുണ്ടോ, അതായത് മുശ്രിക്കുകൾ, ഇവരെന്നെ നിങ്ങൾ നിന്ദിക്കുകയോ ചീത്ത പറയുകയോ അപമാനിക്കുകയോ അവമതിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. ഈ രണ്ടിനെയും പാടില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫയസുബുല്ലാഹ, അവർ അള്ളാഹുവിനെയും ഇതേ പരിപാടി ചെയ്യും. കാരണം ഏതൊരു മുശ്രിക്കാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവർക്കൊരു സുപ്രീം കോഡുണ്ട്. ഏത് മുശ്രിക്കാണെങ്കിലും ഉണ്ട്. ഈ മുശ്രിക്കുകൾ ഈ പങ്കു ചേർക്കുന്നത് മിക്കവാറും അത് സുപ്രീം കോഡാണ് എന്ന് വെച്ചിട്ടല്ല. ഇപ്പം പശു ദൈവമാണെന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഈ പശുവിനെ ആരാധിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ ഔലിയാക്കൾ ഇവരൊക്കെ നമ്മളെ നീക്കി അടുപ്പിക്കുമല്ലോ, കൊയ്യ് പിടിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് പോലെ അവർക്കും ഇങ്ങനെയുള്ള സങ്കല്പങ്ങളാണ്. കാരണം അവരെ പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് നേട്ടങ്ങളുണ്ടാകും, അവരെ പ്രീതിപ്പെടുത്താതിരുന്നാൽ അവർക്ക് ദ്രോഹങ്ങളുണ്ടാകും.
ഇങ്ങനെ പല ധാരണകൾക്ക് പുറത്താണ് ഈ ഷിർക്ക് രൂപപ്പെടുന്നത്. അപ്പോൾ അല്ലാതെ അള്ളല്ല എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. അവർ വിളിക്കുന്നത് വേറെ പേരുകളിലൊക്കെ ആകും. പക്ഷേ ഒരു സുപ്രീം കോടതി എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഏതൊരു വിഗ്രഹാരാധന ആണെങ്കിലും മൈ ഗോഡ് എന്ന് പറയുമ്പോൾ മേപ്പെട്ടെടുക്കാൻ നോക്കുക, താഴത്തേക്കല്ല അല്ലേ. അതായത് അവരുടെ ഉള്ളിൽ ആ സംഗതിയുണ്ട്. ആണ്ടവനെ എന്ന് പറഞ്ഞിട്ടും മേപ്പെട്ടെടുക്കാൻ നോക്കുക. പക്ഷേ ഈ വിഗ്രഹങ്ങളൊക്കെ താഴത്ത് ഇവിടെ ഇരിക്കുമ്പോഴും അവരിങ്ങനെ താഴത്തേക്കല്ല നോക്കുക. അതായത് അള്ളാഹു ഉപരിയാണ് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അത് മനുഷ്യ മനസ്സിൽ അന്തർലീനായി കിടക്കുന്നൊരു സംഗതിയാണ്. അള്ളാഹു ഉപരിയാണ്. അള്ളാഹു എവിടെയുണ്ട് എന്നല്ല, അള്ളാഹു എല്ലാത്തിനും ഉപരിയാണ് എന്നുള്ള ആ ഒരു കാഴ്ച. ചിലരൊക്കെ പറയുമല്ലോ അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ ഈ വേറെ സങ്കല്പമാണ്. തൂണിലും തുരമ്പിലും അള്ളാഹ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അള്ളാഹു തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ല, അള്ളാഹു എല്ലാത്തിനും ഉപരിയാണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. ഇത് എവിടുന്ന് ഇവർക്ക് കിട്ടി? അപ്പോൾ ഷിർക്കിൻ്റെ മുമ്പേ അതുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഷിർക്കിൻ്റെ മുമ്പേ ആ സംഗതി മനസ്സിൽ തന്നെ രൂപപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനെ അവർ ചീത്ത പറയാൻ കാരണമാകുന്നു. അവർക്കതൊന്നും അറിയില്ല, ഇൽമില്ല. ഉള്ളിൽ സംഗതി ഉണ്ട്, പക്ഷേ ഇൽമില്ല. അതായത് നമ്മൾ നേരത്തെ ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ ഇൽമ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ആർജിക്കുന്ന സംഗതികളാണ്. അതിനെക്കുറിച്ച് ഈ അള്ളാഹു ആരാണെന്നുള്ളതൊന്നും അവർ ആർജിച്ചിട്ടില്ല. പക്ഷേ ഉള്ളിൽ അതുണ്ട്. ആ അള്ളാഹുവിനെ ചീത്ത പറയാൻ അത് കാരണമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് നിങ്ങൾ, അതാണ് ഈ സബ് എന്നൊക്കെ പറയുന്ന വാക്ക്, നിങ്ങൾ അതിന് കാരണക്കാരാകരുത്. അതായത് അള്ളാഹുവിനെ അവരെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാൻ നിങ്ങൾ കാരണക്കാരാകരുത്. നിങ്ങൾ കുറ്റക്കാരാവുന്നു, നിങ്ങൾ കുറ്റക്കാരാവും. കാരണം എന്ന് വെച്ചാൽ ഇനി പറയുന്ന വിഷയം അതിനോടുള്ളതാണ്. കദാലിക സയ്യന്നാലി കുല്ലി ഉമ്മത്തിൻ അമലഹും. ഓരോ സമൂഹത്തിനും അവരുടെ വിശ്വാസങ്ങൾ അതെന്താണെങ്കിലും അതിനെ അവർ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. കാരണം ഈ വികാരങ്ങൾ എന്ന് പറയുന്ന സാധനം അതാണ്. ഏതെങ്കിലും നിലക്കുള്ള വികാരങ്ങൾ കൊണ്ടാണ് അറിവിൻ്റെ പുറത്തല്ലെങ്കിൽ ഈ സെറ്റപ്പുകളൊക്കെ നിലനിൽക്കുക. അറിവിൻ്റെയും തഖ്വയുടെയും പുറത്ത് നിൽക്കുന്നതുണ്ട്. അതല്ലെങ്കിലും ചില സെറ്റപ്പുകൾ അങ്ങനെ നിൽക്കും. ഇപ്പോൾ മാതാപിതാക്കളെ പരിചരിക്കുക എന്ന് പറയുന്നത് ഒരു അറിവും തഖ്വയുള്ള ഒരാളുടെ അതേ കാഴ്ചപ്പാടിലാണോ മാതാപിതാക്കളെ പരിചരിക്കുന്ന മറ്റുള്ളവർ? ആണോ? അല്ല, അതിനൊന്ന് വികാരമാണ്. മറ്റേത് വികാരമില്ലെങ്കിലും തഖ്വയാണ്. ഇപ്പം എൻ്റെ പിതാവ് എൻ്റെ മാതാവ് എന്നെ ചെറുപ്പത്തിൽ നല്ലോണം ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടും ഒരു ഇൽമുള്ള തഖ്വയുള്ള ഒരു മുസ്ലിം ആ മാതാവിനെ പരിചരിക്കാതിരിക്കില്ല. അത് വികാരമൊന്നും അതിനില്ലെങ്കിലും ആ സംഗതി നടക്കും. പക്ഷേ മറ്റേത് വികാരം കൊണ്ടാണ് നടക്കുക. കാരണം പരലോകമൊന്നും പ്രതീക്ഷിക്കാത്തവന് പിന്നെ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഇത് വേണം. അതായത് പല വികാരങ്ങളുടെയും പുറത്താണ് ഈ സമൂഹത്തിൻ്റെ സെറ്റപ്പ് തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ മുസ്ലിമിൻ്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസത്തിനോട് കൂടെയുള്ളതാണ്. പക്ഷേ മുസ്ലിം അല്ലാത്തവൻ്റെയോ അത് ദേശീയതയാണ്. അത് വികാരമാണ്. കാരണം ഈ വികാരത്തിനെ എപ്പോഴും തീപിടിപ്പിക്കാൻ പറ്റും. വികാരത്തിനെ തീപിടിപ്പിക്കാൻ പറ്റും, വിചാരത്തിനെ തീപിടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ വികാരത്തിനെ തീപിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും നിലക്കുള്ള വികാരത്തിൻ്റെ പുറത്താണ് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെയും അള്ളാഹു ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ പോയിട്ട് കയറരുത്. ആര് ഈ വിവേകമുള്ളവർ പോയി കയറരുത്. അത് വലിയ, അതായത് മലന്ന് കിടന്ന് തുപ്പുന്നത് പോലെ ആയിരിക്കും സംഗതി എന്ന്. അത് നമ്മുടെ തന്നെ മേലേക്ക് വന്ന് വീഴും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം മുസ്ലിമീങ്ങൾ അള്ളാഹു ഈ ഖുർആനിലൂടെ ഈ മുശ്രിക്കുകളൊക്കെ കുറിച്ച് പറയുമ്പോൾ, ശിർക്കിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മുന്നിൽ നിരവധി വിഗ്രഹങ്ങളുണ്ടെന്ന്. എന്നാൽ ഈ വിഗ്രഹങ്ങളെ കുറേ അങ്ങ് ചീത്ത പറയാമെന്ന് ഈ മുസ്ലിമീങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഇത് സംഗതികളെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ഈ മുസ്ലിമീങ്ങൾക്ക് ആദ്യമേ അള്ളാഹു പഠിപ്പിക്കുകയാണ്. കാരണം ഇതൊന്നും കുറേ ചെയ്തിട്ട് അതിന്നൊരു അനുഭവപാഠമൊന്നും അവർക്ക് കയ്യിൽ വന്നിട്ടില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ ഇന്നും അത് തന്നെ. കാരണം നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഈ സംഭവിക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളും കലാപങ്ങളും ഒക്കെ ഇങ്ങനത്തതിൻ്റെ പേരിലാണ് അല്ലേ. ഈ പന്നീനെ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട്, പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് അവരെ തന്നെയാണെങ്കിലും അതാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നുള്ളതാണ്. കാരണം മനുഷ്യരുടെ വികാരങ്ങളെ ഒരിക്കലും പോയി ഇളക്കാൻ പാടില്ല. അത് നമ്മളുടെ ഇപ്പം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ തന്നെ ആണെങ്കിൽ പോലും അങ്ങനെയാണ്.
നമ്മളിപ്പോൾ മുസ്ലിം സമൂഹത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലോട്ട് ഈ പരിപാടി ചെയ്യേണ്ടി വരും. കാരണം ചില സംഗതികൾ മുസ്ലിം സമൂഹത്തിന് പുറത്തുള്ളവരാണ് ചെയ്യേണ്ടതെങ്കിൽ പല കാര്യങ്ങളും മുസ്ലിമീങ്ങൾ അകത്തുള്ളവർ തന്നെയാണ് ഇങ്ങനത്തെ വിഗ്രഹങ്ങളുടെയൊക്കെ സൃഷ്ടി. അതൊന്നും ഒരു സനമ് പോലെ വിഗ്രഹ രൂപവൽക്കരണം സംഭവിച്ചിട്ടില്ലെങ്കിലും മനുഷ്യ മനസ്സുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിനെയോ അവരുടെ ആ വിഗ്രഹത്തെയോ നമ്മൾ നിന്ദിക്കരുത്. പറയുമ്പോൾ നമ്മൾ വിഷയത്തെ അടിസ്ഥാനമാക്കി പറയണം, വ്യക്തികളെയോ അങ്ങനെ വിഷയമാക്കി പറയരുത് എന്നുള്ളതാണ്. നമുക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാം, അതായത് ശിർക്കിൻ്റെ പോരായ്മകൾ, അതിൻ്റെ വിഷയങ്ങളൊക്കെ, അതിൻ്റെ ദൂഷ്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു വ്യക്തിയെ മാത്രം എടുത്തു വച്ചിട്ട്, അതായത് പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ ആദരവൊക്കെ നേടിയിട്ടുള്ള ആളുകളെ നമ്മൾ പറയുമ്പോൾ ആ വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കരുത്. അതെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മളുടെ ഈ വിശ്വാസത്തിലേക്ക് ശ്രദ്ധ പോലും വരുത്താത്തരമായ ഒരു അന്ധതയിലേക്ക് അവരെ കൊണ്ടുപോലും. അത് വെറും വികാരം കൊണ്ട് അവർ നയിക്കപ്പെടും. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഈ ദീനിനെതിരെ, ഇപ്പോൾ റസൂലിനെതിരെ എന്തെല്ലാം സംഗതികൾ ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഉള്ള ഷാർലി എബ്ദോ എന്നൊക്കെ പറയുന്ന റസൂലിൻ്റെ കാർട്ടൂൺ വളക്കുന്നു. മുസ്ലിമീങ്ങൾക്കും ചെയ്തൂടെ? ഈസാ നബിയുടെ ഒരു കാർട്ടൂണ്, മൂസാ നബിയുടെ ഒരു കാർട്ടൂണൊക്കെ ചെയ്തൂടെ? എന്താ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ കാർട്ടൂണിനെ പറ്റി ഗന്ധമില്ലാത്തവരൊന്നുമല്ലല്ലോ. അത് മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പാടില്ല. നമ്മളുടെ ഒരു സ്ത്രീയെ ഒരു അപ്പുറത്തുനിന്ന് ബലാത്സംഗം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് മുസ്ലിമീങ്ങളെ ശരിക്കും വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നയിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ അവർ പ്രകോപനമുണ്ടാക്കിയാൽ നോക്കിയാൽ പോലും നമ്മൾ പ്രകോപിക്കപ്പെടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് കാരണം അത് നമ്മളുടെ എല്ലാ സംഗതികളെയും തകിടം മറിക്കും. നമ്മൾ ശരിക്കും വിവേകത്തിൻ്റെയും ഭാഷയാണ്, അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഇൽമിൻ്റെയും ഫിഖ്ഹിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒക്കെ രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുകയും. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഒരു റസൂലിനെക്കുറിച്ച് നമ്മളുടെ വിശ്വാസം മൂസാ നബിനെക്കുറിച്ച് യഹൂദൻ്റെ വിശ്വാസം പോലെ, ഈസാ നബിനെക്കുറിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസം പോലെയൊന്നല്ല, അതിനേക്കാൾ എത്രയോ ആഴത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വികാരം കൊള്ളിക്കാൻ എളുപ്പമാണ്. കാരണം അത് നമ്മൾ ചേർത്ത് വെച്ച നമ്മളുടെ പരലോകവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. മറ്റതൊക്കെ കിട്ടിയെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ വക വിഷയങ്ങളിൽ നമ്മളെ പ്രകോപിപ്പിക്കാൻ എപ്പോഴും ഓപ്പോസിറ്റുകൾ നോക്കും. നമ്മൾ അതിൽ പോയി വീഴാൻ പാടില്ല. നമ്മളെപ്പോഴും വിവേകത്തിൻ്റെ ഭാഷ. ഇപ്പോൾ ഫറോവയുടെ അടുത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുമ്പോൾ അള്ളാഹ് കൊടുക്കുന്ന നിർദ്ദേശം എന്താ? ഫഖൂലാലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ എന്നാണ്. അവിടെ പോയിട്ട് വളരെ മൃദുവായി സംസാരിക്കണം. മൃദുവായി സംസാരിക്കുമ്പോൾ മോനെ തേനേന്ന് വിളിക്കണം എന്നല്ല എപ്പോഴും. അതേ സമയത്ത് ന്യായം കൊണ്ട് അയാളുടെ മനസ്സുരുക്കും വേണം. അത് രണ്ടും നടക്കണം. പറയുമ്പോൾ ന്യായം കൊണ്ട് മനസ്സ് അവരുടെ ഉരുകണം. ഒന്നുകിൽ അയാൾ തദക്കറുണ്ടാവണം, അല്ലെങ്കിൽ പേടിക്കണം. ആരെ പേടിക്കണം? അള്ളാനെ പേടിക്കണം. ഈ രണ്ട് സംഗതികൾ നടക്കുന്ന വർത്തമാനങ്ങളാണ് അള്ളാഹു ഫറോവയുടെ അടുത്ത് പോവേണ്ടെന്ന് മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹു നിർദ്ദേശിക്കുക. ഖുർആനിൽ അങ്ങനെ നിരവധി സ്ഥലത്തുണ്ട്. മറ്റേ വലാ തുജാദിലു ബില്ലത്തി ഇല്ലാ ബിൽ അഹ്സൻ എന്നൊക്കെ, അതായത് വേദക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായിട്ടും നന്നായും സംസാരിക്കണം, യുക്തിഭദ്രമായി സംസാരിക്കണം, നല്ല ഉപദേശമായിരിക്കണം. അങ്ങനെ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കണം. ഈ വികാരം കൊണ്ട് ഇളകുക എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല. അത് ഈ പ്രബോധനത്തിൻ്റെ തുടക്കം മുതലേ റസൂലിനും ഈ സഹാബത്തിനും അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ടുള്ള വന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ മക്കി സൂറകളിൽ അങ്ങനെ തന്നെയാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കിയതും അവർ പ്രബോധനം ചെയ്തതും. അതുകൊണ്ട് തന്നെ എന്താ ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവരെപ്പോഴും ഒരടുപ്പുണ്ട്. അതായത് മനസ്സുകൾ അകലുന്നില്ല. ഇപ്പോൾ ദാർശനികമായിട്ട് അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് നമ്മൾ അക്കാഡമിക്കായിട്ടൊരു സംസാരം നടക്കുമ്പോൾ അവിടെ തെറ്റലില്ലല്ലോ. അവിടെ കൂടുതൽ അടുപ്പങ്ങളാണ് ഉണ്ടാകുക, അല്ലേ? ഞാൻ അയാളോട് വിയോജിക്കുമ്പോഴും അയാൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താന്നൊക്കെ എല്ലാവരും പറയുന്നേക്കാളുണ്ട്. ഇതാണ് ഈ ഒരു തലത്തിലാണ്. വൈജ്ഞാനികമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അകലുന്ന പ്രശ്നമില്ല, അത് അടുത്ത് നിൽക്കുക മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ വൈകാരികമായി ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം മനസ്സുകൾ തമ്മിൽ അകലുകയാണ് ചെയ്യുക. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല.
ഓരോ സൃഷ്ടികൾക്കും ഓരോ സമൂഹത്തിനും അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കാണിക്കുക. അത് ഖുർആനിൽ വേറെയുമുണ്ട്. നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കാണാം. സൂറത്തുൽ കഹ്ഫിൽ അതൊരു ആയത്തുണ്ട്. അത് ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഓരോരുത്തരുടെ അമലുകളും അവർക്ക് ആസ്വാദികരാണ്. അത് അവരെന്താ അങ്ങനെ എന്നുള്ളത് നമ്മളുടെ യുക്തിൻ്റെ അപ്പുറമാണ് കാര്യങ്ങളത്. അത് അള്ളാഹു തന്നെ അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളതാണ്. കാരണം അവരെ പരീക്ഷിക്കാൻ വേണ്ടി. അതിലാണ് പരീക്ഷണം കിടക്കുന്നത്. അവർ ഈ അള്ളാഹു നൽകിയ ഈ ആസ്വാദനത്തിൻ്റെ പിറകെയാണോ പോവുക, അത് അള്ളാഹു നൽകിയ ഇൽമിൻ്റെയും നേരത്തെ പറഞ്ഞ ഫിഖ്ഹിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ചിന്തിക്കുക. അത് രണ്ടുമാണ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് അള്ളാഹു അങ്ങനെ ചെയ്തേക്കുന്നത്. അത് ഇനി അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പോകുന്നത് ഇവിടുന്നല്ല. അത് പരലോകത്തു നിന്നാണ് ഇനി അവർക്കത് കൃത്യമായി വ്യക്തമാക്കി കൊടുക്കുക. ഇവിടുന്ന് ഇവിടുത്തെ എന്താ വിഷയം വെച്ചാൽ അവരെ ആദ്യം തന്നെ തീരുമാനിച്ചതാണ്. എന്ത് തീരുമാനിച്ചു? അവരുടെ ഇഷ്ടത്തെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നതൊക്കെ ഖുർആൻ പലയിടത്തായിട്ട് പറയാം. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ എന്നാണ്. എല്ലാ മനുഷ്യന്മാരുടെയും അവരുടെ എന്താണ് ഇതിന് പറയുക, നമ്മൾ ശകുനുണ്ടല്ലോ, അത് അയാളുടെ പെരടിയിൽ തന്നെ ബന്ധിപ്പിച്ചതാണ് അള്ളാഹു എന്ന്. വേറെ ആരെയും പോണ്ട, ആരെയും അതിന് കുറ്റപ്പെടുത്തേണ്ട. ഞങ്ങൾ അങ്ങനായി ഇങ്ങനായി അവരങ്ങനെ ആക്കി എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പെരടിയിലുമാണ്. അതുമാതിരി ഇതാ ഖുർആൻ പറയുന്നു, വേറൊരുത്തർ പറയുന്നൊരായത്ത് ഇവിടെ കാണാനില്ല. അതായത് അഫറഅയ്ത മനിത്തബഅ ഹവാഹു ഇലാഹു ഹവാ. കണ്ട, സ്വന്തം ഇഷ്ടത്തിനെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ? അവനെ നീ ഇങ്ങനെ മാറ്റിക്കൊണ്ടിട്ടാന്നൊക്കെ ഈ വിചാരിക്കേണ്ട. അവൻ്റെ ഉത്തരവാദിത്തം ഈ ഏറ്റെടുക്കുമെന്ന്. സ്വന്തം ഇഷ്ടത്തിന്, ഇതാണ് ഇലാഹ് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടം. അവിടെ അത് ഏറ്റുമുട്ടുമ്പോൾ ആരുടെ ഇഷ്ടമാണ് നമ്മൾ എടുക്കുക? എൻ്റെ ഇഷ്ടമാണോ അള്ളാഹുടെ ഇഷ്ടമാണോ? എൻ്റെ ഇഷ്ടം ഞാൻ വിട്ടാൽ എനിക്ക് പല നഷ്ടങ്ങളും ഒന്നുകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ള ഭീഷണി ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഇത് നിങ്ങളെടുത്താൽ ഒരിക്കലും നമ്മൾ ഇനി നേരാവില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ആ ഭീഷണികൾക്കൊക്കെ ഉള്ളപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ഈ ഭൂമിയല്ല വേണ്ടത്, എനിക്ക് പരലോകമാണ് വേണ്ടത്, ആ തീരുമാനമാണ് നമ്മളെ കൊണ്ട് അള്ളേട്ടിപ്പിക്കുക. അതാണ് അള്ളാഹുവിനെ ഇലാഹാക്കൽ. അപ്പോൾ മറ്റേത് ആസ്വാദികരമായി തോന്നുക എന്ന് പറയുന്നത്, ഒരു ഭാഗം ആസ്വാദികരമായി തോന്നുന്നെങ്കിൽ മറ്റേതിനൊരു വിലയില്ല, മറ്റേതിന് ഒരു വിലയില്ല. അപ്പോൾ ആസ്വാദികരമായി നല്ല, പ്രത്യേകിച്ച് ഭൗതികത നമുക്ക് വലിയ ആസ്വാദികരമായിട്ട് തോന്നും. അതങ്ങനെ തോന്നണം. അങ്ങനെ തോന്നാൻ വേണ്ടി തന്നെയാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ള പറയുന്നത്. അതിൻ്റെ ഒക്കെ ഇനിയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഇനിയൊരു കൃത്യമായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അനുഭവത്തിൽ നിന്ന് തന്നെ ഇനി അത് മനസ്സിലാക്കി കൊടുക്കും. അതെപ്പോഴാണ്? ഇലാ റബ്ബിഹിം മർജിഉഹും, അവർ അള്ളാഹുവിലേക്ക് മടക്കും. ഫയുനബ്ബിഉഹും ബിമാ കാനൂ യഅമലൂൻ, അവരുടെ ആ ചെയ്ത അമലുകളൊക്കെ അവർക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഫലം എന്തായിരുന്നു എന്നുള്ളത് ശരിക്ക് അനുഭവിപ്പിച്ചു കൊടുക്കും. അതൊന്നും ഈ ഭൂമിയിലല്ല എന്നാണ്. അതൊന്നും ഈ ഭൂമിയിലല്ല. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും അവരെ പിടിച്ചു കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നൊന്നും ആരും മെനക്കെടാൻ നിൽക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ വേറെ ഒരു വർത്തമാനത്തിലേക്ക് പോകാം. വാക്കുസമു, അവർ സത്യം ചെയ്തു പറഞ്ഞു. ആര്? ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ വിശ്വാസികളുടെ ഇടയിൽ സത്യം ചെയ്തു പറയാം. ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവരുടെ ആ ഒരു ഓത്ത്, ആ ഒരു സത്യപ്രതിജ്ഞ, അതായത് അവർ വളരെ ദൃഢപ്രതിജ്ഞ എടുത്ത് പറയാണ്. ല ഇൻ ജാഅത്തുഹും, അവർക്ക് വരികയാണെങ്കിൽ ആയത്തും, ഒരു ആയത്ത്, അതായത് അള്ളാഹു നേരത്തെ ഈ പറഞ്ഞ ഈ പ്രപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവൻ ആയത്തുകളാണ്. ആ ആയത്തുകളൊന്നും പോരാതെ അവർക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരു അത്ഭുതം കാണിക്കണം. ഒരത്ഭുതം കാണിച്ചാൽ ല യുഅ്മിനുന്ന ബിഹ, ആ അത്ഭുതത്തിൽ വിശ്വസിച്ചുകൊണ്ട് റസൂലിലും അള്ളാഹുവിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് അവർ വളരെ ഗംഭീരമായിട്ട്, അതായത് ഈ വിശ്വാസികളെ ചാഞ്ചാടിക്കുക എന്നുള്ളതാണ് അവരുടെ വിഷയം. അവരുടെ വിഷയം അതാണ്.
കാരണം വലിയ അത്ഭുതങ്ങൾ ആവശ്യപ്പെട്ട് അത് കൊണ്ടുവന്നില്ലെങ്കിൽ അപ്പോൾ സാധാരണഗതിയിൽ വിശ്വാസി എന്താ വിചാരിക്കുക? വിശ്വാസി വിചാരിക്കുക അള്ളാഹ്ക്ക് ഇപ്പോൾ ഒരു പണിയില്ലല്ലോ, അള്ളാഹ്ക്ക് ഇപ്പം ഇനിയിപ്പോൾ അവരങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം ഉണ്ട് കാണിച്ചാലെന്താ? ആ ഒരു ചോദ്യം വിശ്വാസിയിലേക്ക് കടന്നുകൂടിയാൽ മതി. വിശ്വാസത്തിൻ്റെ ദൗർബല്യത്തിൽ ആ ചോദ്യം കടന്നുകൂടും. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതിന് വേണ്ടി അവർക്ക് പറ്റുന്ന മാതിരിയൊക്കെ ദൃഢപ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് സത്യം ചെയ്തിട്ടൊക്കെ അവർ പറയും. അങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാം, ഇന്നമൽ ആയാത്തുൽ ഇൻദല്ലാ, ആയത്തുകൾ അള്ളാഹുവിൻ്റെ വരുതിയിലാണ്. അത് റസൂലിനെ എന്നല്ല ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു അവൻ തീരുമാനിക്കുന്ന സമയത്ത് തീരുമാനിക്കുന്ന സമൂഹത്തിൽ തീരുമാനിച്ച പ്രവാചകനെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ആയത്തുകൾ അള്ളാഹു നടപ്പിലാക്കും. അല്ലാതെ ഒരു പ്രവാചകനും ഈസാ നബീനെക്കുറിച്ച് പറയുമ്പോൾ നിരവധി ആയാത്തുകൾ അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴൊക്കെ അള്ളാഹ് പറയും ബി ഇതിനില്ല എന്ന്. അതായത് ക്രിസ്ത്യാനികളെ ശരിക്കും ഓർമ്മിപ്പിക്കുക, ഇതൊന്നും കർത്താവായ യേശു അല്ല എന്ന്. ഇതിൻ്റെ ഒന്നും കർത്താവ് യേശു അല്ല. നമ്മളെയും പഠിപ്പിക്കുക അതൊന്നും ഒരു ഈസാ നബിയല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ മൂസാ നബിയല്ല, മുഹമ്മദുർ റസൂലുമല്ല, ഒരു പ്രവാചകനുമല്ല. അതൊക്കെ അള്ളാഹു തീരുമാനിക്കുമ്പോൾ അവരെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്നതാണ്. മൂസാ നബി ആ കടലിൻ്റെ അവിടെ അങ്ങനെ ചെന്നിട്ട് പറവ പിന്നാലെ വരുമ്പോൾ അതിൻ്റെ മുമ്പൊന്നും മൂസാ നബിക്ക് ഒരു അറിവുമില്ല ഇത് വടികൊണ്ടടിച്ചാൽ ഈ കടൽ പിളരുമെന്നോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നോ ഒന്നും അറിയില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അപ്പം നടക്കുകയാണ്. അപ്പോൾ പ്രകൃതിയിൽ പറയുന്ന ഈ കാര്യകാരണങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ എല്ലാ കാര്യകാരണങ്ങളും മാറി നിൽക്കും. കാര്യകാരണങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചാണ്. അതാണ് ആയാത്തുകൾ. അങ്ങനത്തതൊന്ന് കൊണ്ടുവരാനാണ് അവർ പറയുന്നത്. അപ്പോൾ അവരോട് പറയുന്നതൊക്കെ അള്ളാഹുടെ കയ്യിലാണ്, അതൊന്നും നിൻ്റെ പരിധിയിലല്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആയാത്തുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും വലിച്ചിതിലേക്ക് കൊണ്ടുവരല് എൻ്റെ വിഷയവുമല്ല, അത് എൻ്റെ ഡ്യൂട്ടിയുമല്ല. വമായുഷ്ഇറുക്കും, നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നത്, അതായത് ഈ വിശ്വാസികളെ ഇതുമൂലം അള്ളാഹു ഗ്രഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറയാം. അന്നഹാ ഇദാ ജാഅത് ലാ യൂമിനൂൻ, ആ അത്ഭുതം അവർ പറയുന്ന അത്ഭുതം കൊണ്ടുവന്നാൽ തന്നെയും അവർ വിശ്വസിക്കുകയില്ല. കാരണം അത് അവർ മുമ്പേ തീരുമാനിച്ചതാണെന്ന്. നമ്മൾ എന്താണോ തീരുമാനമെടുത്തത് അതിന് വേണ്ട സൗകര്യങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് ഒരുക്കി തരിക. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ മനസ്സിൻ്റെ ആ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം അതാണ് അമ്മാമൻ അഅ്ത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന. ആർക്ക് അള്ളാഹു എന്തൊക്കെയാണോ നൽകിയിട്ടുള്ളത് അതിനോട് തക്കവയുള്ളവരാവണം. അപ്പം നമുക്ക് നൽകിയ ശേഷികളുണ്ടല്ലോ, മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കൊരുപാട് ശേഷികളുണ്ട് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്. അതായത് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നോക്കാനും പഠിക്കാനും അതിൽ നിന്ന് ഉൾക്കാഴ്ചയുണ്ടാക്കാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ അറിയാനും ഉലൂഹത്തിനെ അറിയാനും ഇതൊക്കെ മനുഷ്യന് അള്ളാഹ് കൊടുത്ത ശേഷികളാണ്. അതാണ് അമ്മാമൻ അഅ്ത, അതിനോട് തഖ്വയുള്ളവനാവണം. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു വെറുതെ തന്നതല്ല എന്നും അതിനെ ചോദ്യം ചെയ്യുമെന്നുമുള്ള ബോധം. വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, എന്നിട്ട് അതിൻ്റെ നന്മയെ സാക്ഷാത്കരിക്കണം. ഈ അള്ളാഹു നൽകിയതിൻ്റെ നന്മകളെ സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോൾ ഫസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര എന്നാണ്. ആ റൂട്ടിലേക്ക് അവന് സൗകര്യപ്രദമായ സംഗതികളൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കും. കാരണം അത് അള്ളാഹുവിൻ്റെ പണിയാണ്. സാഹചര്യങ്ങൾ ഉണ്ടാക്കലും നമ്മുടെ പണിയല്ല. ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് ഖുർആൻ പഠിപ്പിക്കണമെന്നും ഈ ഖുർആൻ പറഞ്ഞു തരണമെന്നും പഠിപ്പിക്കണം എന്നൊക്കെ എൻ്റെ തീരുമാനമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായത്. ഇത് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട, ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ആ തീരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം അത് എൻ്റെ കയ്യിലാണ്, അതിൽ വേറെ ആരും വന്ന് ഇടപെടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ ബാക്കി അള്ളാഹുടെ കയ്യിലാണ്, അത് അള്ളാഹ് ഉണ്ടാക്കി തരും. അതാണ് അമ്മാമൻ ബഖില വസ്തഗ്ന, ആരെങ്കിലും ഇതിനൊക്കെ മുഖം തിരിച്ച് സ്വയം പര്യാപ്തനാണ് ഞാനെന്ന് നടിച്ചാൽ, ഞാൻ തന്നെ മതി എന്ന് നടിച്ചാൽ, വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന, അതിൻ്റെ നന്മയെയൊക്കെ തള്ളിക്കളഞ്ഞാൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. കണ്ട, അവൻ്റെ ആ ജീവിതമാകെ ഞെരുക്കത്തിലും കുടിസിലുമാക്കുന്ന വഴികൾ അവന് ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കും. ഇത് അള്ളാഹുടെ നടപടിക്രമമാണ്. ഇതിനാണ് സുന്നത്തുള്ള എന്ന് പറയാം, അള്ളാഹുവിൻ്റെ ചര്യ എന്ന് പറയാം. ഇത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ ചര്യ. ഈ ചര്യ നമ്മൾ മനസ്സിലാക്കിയ പിന്നെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദി നമ്മളാണ്. നമ്മളുടെ ഈ ജീവിതം എന്തൊക്കെ ആവണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്.
പിന്നെ നമ്മൾ കാഞ്ഞിര മരം കുഴിച്ചിട്ടിട്ട് കായ്ച്ചപ്പോൾ അത് മാങ്ങ ഉണ്ടായില്ല എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. അതൊക്കെ നേരത്തെ നോക്കേണ്ടതാണ്. ഓരോന്നും നട്ടു വളർത്തിയിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ അയ്യോ അയ്യത്തടാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭൂമിയിലാണെങ്കിലും ഇല്ല, പരലോകത്താണെങ്കിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇത് ചെറിയ കുട്ടിയാകുമ്പോൾ വേണമെന്നൊന്നല്ല പറയണം. പക്ഷേ ഈ തിരിച്ചറിവ് നമ്മൾക്ക് എപ്പോൾ ഉണ്ടാകുന്നോ അന്ന് മുതൽ നമ്മൾ തീരുമാനമെടുക്കണം. എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് വലുത്, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അപ്പോൾ ആ തൃപ്തിയിലേക്ക് എത്താൻ അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കി തരും. അള്ളാഹു കാഴ്ചകളെ നമുക്ക് കാണിച്ചു തരും. നേരെ മറിച്ച് നമ്മൾ മറ്റേ തീരുമാനം എടുത്തിട്ടാണ് ഈ ഖുർആൻ്റെ പിന്നിലാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ എവിടേക്കാണ് എത്തുക? അതാണ് ഖുർആൻ അങ്ങോട്ടും നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. അതാണ് വിശ്വാസികളെ അള്ളാഹു ഗ്രഹിപ്പിക്കാൻ ഇവിടെ പറയുന്നത്. അതായത് റസൂല് അള്ളത് തീരുമാനിക്കാത്തതിന് അള്ളാഹുവിൻ്റേതായ ന്യായങ്ങളുണ്ട്. കാരണം ഇതൊക്കെ അവകാശത്തോടു കൂടി കയറി ചെല്ലണം. എവിടെ? സ്വർഗത്തിലേക്ക് അവകാശത്തോടു കൂടി കയറി ചെല്ലണം. അത് നിങ്ങൾ ചെയ്ത അമലിൻ്റെ ഫലമാണെന്നൊക്കെ അള്ളാഹ് അങ്ങോട്ട് പറയും. ഔദാര്യമാണെന്നൊന്നല്ല പറയാം. അപ്പോൾ അങ്ങനെ അവകാശത്തോടു കൂടി നമുക്കിതിലൊക്കെ കയറി ചെല്ലണം. നരകം മേടിക്കുന്നുണ്ടെങ്കിലും അതിനും വേണം അവകാശമായിട്ട് മേടിക്കണം. നമ്മുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ മേടിക്കണം. വനുക്കല്ലിബു അഫ്ഇദത്തഹും, അവരുടെ ചിന്തകളെ, അങ്ങനെ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കാൻ ചിന്തിച്ച ആ ചിന്തകളെ, അവരുടെ ചിന്തകളെ ഞാൻ മറിക്കും. വ അബ്സാറഹും, അവർ കാണുന്ന കാഴ്ചകളെയും, കമാലൻ യുഅ്മിനു ബിഹി, ഖുർആനിൽ അവർ ആദ്യം തന്നെ വിശ്വസിച്ചില്ലാത്തതുപോലെ, ആ വിശ്വാസത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഈ അത്ഭുതങ്ങൾ കണ്ടാൽ പോലും അതിനെ ധിക്കരിക്കുന്ന, അതിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്കാണ് അവരുടെ കാഴ്ചകളെയും അവരുടെ ചിന്തകളെയും ഞാൻ കൊണ്ടുപോകാമെന്ന്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെക്കുറിച്ച്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ചില മേഖലകൾ നമ്മൾ തിരഞ്ഞെടുത്ത പിന്നെ അത് നമ്മുടെ കൈവിട്ട് പോവുകയാണ്. അത് നല്ല രംഗത്തുമുണ്ട്, ചീത്ത രംഗത്തുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മനസ്സിനെ നമ്മൾ വളരെ, ഇത് ഖുർആൻ തുടക്കം മുതലേ ഉണ്ട്. എവിടെ? അൽ ബഖറ തുടക്കം മുതലേ ഈ മനസ്സിനെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ഇതൊക്കെ ഖുർആൻ തുടക്കം മുതലേ ഈ മനസ്സിനെ മുന്നിൽ വെച്ചിട്ടാണ് ഈ മുസ്ലിമീങ്ങളെ കൊണ്ടുപോകുന്നത്. ആ മനസ്സിനെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ കൈവിട്ടു പോകും. അതുകൊണ്ട് നമ്മളുടെ ഈ മനസ്സ് എന്ന് പറയുന്നത് വലിയ ഒരു സംഗതിയാണ്. അതാണ് നമ്മളെ നിർണ്ണയിക്കുന്നത്. നമ്മളത് കൈവിട്ട് കളിക്കരുത് ഒരിക്കലും. നമ്മളുടെ ആ മനസ്സിനെ അത് അള്ളാഹുവിന് അടിയറ വെക്കണം. അതാണ് ബി കൽബിൻ ഇല്ലാ മൻ അത്തല്ലാഹ ബി കൽബിൻ സലീം എന്നൊക്കെ പറയുന്നത്. അതാണ് ഇബ്രാഹിം നബിയുടെ മനസ്സ്. ഇബ്രാഹീമിനെ പിന്തുടരാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഇബ്രാഹിം നബിയുടെ മനസ്സ്. അതിൽ ഇബ്രാഹിം നബിയുടെ ഇഷ്ടം അശേഷമില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണോ അതിനെതിരെ ഇബ്രാഹീമിനൊരു ഇഷ്ടമില്ല. അത് നാടുപേക്ഷിക്കാനാണെങ്കിലും, ഭാര്യയെ ഉപേക്ഷിക്കാനാണെങ്കിലും, മക്കളെ ഉപേക്ഷിക്കാനാണെങ്കിലും, മക്കളെ അറുക്കാനാണെങ്കിലും ഒന്നിലുമില്ല. ഇതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഈ സൂറൊക്കെ നമ്മളിങ്ങനെ വരുന്നത്. തുടക്കം മുതലേ അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് അവരുടെ ചിന്തകളെയും അവരുടെ കാഴ്ചകളെയും ഒക്കെ അവർ തീരുമാനിച്ചിടത്തേക്ക് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ വനദറുഹും, അവരെ നാം ഉപേക്ഷിക്കും, ഫീ തുഗ്യാനിഹിം, അവരുടെ ആ അതിക്രമങ്ങളിൽ, ഈ അള്ളാഹുവിനെതിരുള്ള അതിക്രമങ്ങളിൽ ഞാൻ അവരെ ഉപേക്ഷിക്കും. യമഹൂൻ, അവർ ഇഷ്ടം പോലെ അതിൽ വിഹരിക്കുന്നതാണ്. അവരുടെ കയ്യും കാലും പിടിച്ചു നിർത്തുന്നൊന്നല്ല, അവരതിൽ വിഹരിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണും. കാരണം ഈ ലോകത്ത് തിന്മയൊക്കെ ഇങ്ങനെ വിജയിക്കുകയല്ലേ, തിന്മയുടെ ആളുകളൊക്കെ എല്ലാ സംഗതികളും അല്ലേ, എന്താ അള്ളാഹുവിന് കണ്ടു കാണില്ലേ, അള്ളല്ലേ എന്നൊക്കെ നമ്മൾക്ക് വരും. കാരണം വിശ്വാസം നമുക്ക് ദൃഢമായില്ലെങ്കിൽ ഇതിലേക്കൊക്കെ നമ്മളുടെ വ്യതിചലിച്ചു പോവുകയും അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോവുകയും അതിലൊക്കെ നമ്മൾ കുടുങ്ങും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സുകളെ നമ്മൾ കൃത്യമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെക്കുറിച്ചും ഉലൂഹിയ്യത്തിനെക്കുറിച്ചും കൃത്യമായ ധാരണകൾ നമ്മൾ ഈ ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക. അതില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒലിച്ചു പോകാവുന്നൊരു സാധനമായിട്ട്, ആചാരങ്ങളായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ.
അതിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ. വാഖിറു ദഅ്വാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.